നമ്മളെപ്പോൾ വിളിച്ചാലും നമ്മളോട് സംസാരിക്കാൻ, നമ്മളെ കേൾക്കാൻ ഒരു സൗഹൃദമെങ്കിലും നമ്മൾ കൂടെ ചേർക്കണം. അത് അത്യാവശ്യമാണ്. കൊറോണ സമയത്ത് ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയിരുന്നു. പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പകുതി ശമ്പളമേ കിട്ടിയിരുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെ PF, ESI, പിന്നെ വണ്ടിയുടെ അടവൊക്കെ പോയി കഴിയുമ്പോൾ വളരെ കുറച്ച് പൈസയെ കയ്യിൽ കിട്ടിയിരുന്നുള്ളൂ. ജീവിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. ആ സമയത്ത് ഗവൺമെൻറ് ജോലിയുള്ള എൻ്റെ ഒരു ആത്മമിത്രം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോഷി, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് തരാമോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും കൊണ്ടുതരാം. കാരണം എൻ്റെ ആത്മസുഹൃത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ നേരെ കത്തൊക്കെ എഴുതി പോലീസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ ലെറ്ററൊക്കെ എഴുതി വെച്ച് നേരെ ഞാൻ പോയി ടൗണിലേക്ക്. ടൗണിൽ എത്താറായ സമയത്ത് എൻ്റെ മൊബൈലിലേക്ക് ഒരു 1000 രൂപ അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ 1000 രൂപ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പെട്രോൾ അടിച്ചോളൂ, സാധനം വാങ്ങി എൻ്റെ വീട്ടിലെത്തിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, 500 രൂപ മതിയല്ലോ, എന്തിനാ 1000 ഇട്ടേന്ന് ചോദിച്ചു. വീണ്ടും ഞാൻ പെട്രോൾ അടിച്ചു, കടയിൽ പോയി. അപ്പോഴേക്കും വാട്സപ്പിൽ ഒരു വലിയ ലിസ്റ്റ് വന്നു. 50 കിലോ അരി, പിന്നെ മീന്, കടല, പരിപ്പ്, പഞ്ചസാര, ചായപ്പൊടി, കാപ്പിപ്പൊടി, പാൽപ്പൊടി മുതലായ 2 മാസത്തേക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മുഴുവൻ വാങ്ങി വണ്ടീൻ്റെ ഡിക്കിയിൽ വെക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ വീണ്ടും ഒന്നോടെ വാങ്ങിക്കണം. കാരണം ഇത് 2 വീടുകളിലേക്കുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇറച്ചി, മീന്, പച്ചക്കറി മാത്രമേ കുറച്ച് വാങ്ങിയുള്ളൂ. ബാക്കി മുഴുവൻ ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയപ്പോഴേക്കും കാറിൻ്റെ ഡിക്കി നിറഞ്ഞു. പിന്നെ അതേ സാധനങ്ങൾ, അതായത് 50 കിലോ അരി ഡിക്കിയിലുണ്ട്, 50 കിലോ അരി ഞാൻ ബാക്ക് സീറ്റിൽ വെച്ചു. ഇതേപോലെ അരി, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും 2 വീട്ടിലേക്കുള്ളത് വാങ്ങി വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത്ര രൂപ ബില്ലായി എന്ന്. അപ്പോൾ ആ ബില്ലിന് വന്ന പൈസ എനിക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. ഇതെല്ലാം കൊടുത്തിട്ട് ഞാൻ എൻ്റെ ആത്മമിത്രത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഈ കൊണ്ടുവന്ന സാധനം എടുത്ത് വീട്ടിലേക്ക് വെക്കാൻ പോലും ആരോഗ്യസ്ഥിതിയില്ല എൻ്റെ ആ സുഹൃത്തിന്. പാരൻസ് ആണേലും ഏജ്ഡ് ആണ്, അവർക്കും പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഡിക്കിയിലുള്ള സാധനങ്ങൾ മുഴുവൻ ആ വീട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടത്, ഈ സാധനങ്ങൾ ഞാൻ എവിടെ എത്തിക്കണ്ടേ? അപ്പോൾ എന്നോട് പറഞ്ഞു, പോയിക്കോളൂ, വാട്സപ്പിൽ ലൊക്കേഷൻ അയച്ചു തരാം, ആ ലൊക്കേഷനിലേക്ക് ഇത് കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടി എടുത്തങ്ങ് പോന്നു, അയച്ചു തരുമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ഞാൻ അടുത്ത ടൗണിലെത്തി നോക്കുമ്പോൾ ലൊക്കേഷൻ വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ലൊക്കേഷനൊന്നും വന്നില്ലല്ലോ. അപ്പോൾ എന്നോട് നേരെ പോയിക്കോളൂ മീനങ്ങാടി ടൗണിലേക്ക്, മീനങ്ങാടി ടൗണിൽ എത്തുമ്പോഴേക്കും ലൊക്കേഷൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ മീനങ്ങാടി ടൗണിലെത്തി. അപ്പോഴും ഞാൻ ലൊക്കേഷൻ വന്നില്ല. ഞാൻ വിളിച്ചു, എന്തേ, ഏത് വീട്ടിലാണ് ഞാൻ ഇത് എത്തിക്കണ്ടേ? അപ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞെന്താണെന്നറിയോ, ഇത് ജോഷിക്കുള്ളതാണ്, കൊറോണ ടൈമല്ലേ, പകുതി സാലറി, അതിൽ നിന്ന് PF, ESI, വണ്ടീൻ്റെ അടവൊക്കെ പോയിക്കുമ്പോൾ എന്താ കയ്യിൽ കിട്ടുകയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 2 മാസത്തേക്കുള്ള കുടുംബ ചെലവിനുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്, ഇത് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഞാൻ തിരിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ആ എമൗണ്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഇന്നുവരെ തിരിച്ച് ചോദിച്ചില്ല. ഞാൻ കൊടുക്കാൻ തയ്യാറായിട്ട് അത് വാങ്ങിക്കാനും ആൾ തയ്യാറല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലത്തെ ആത്മസൗഹൃദങ്ങൾ ഒരുപാടുണ്ട്. എപ്പോൾ വിളിച്ചാലും നമ്മളെ കേൾക്കും, നമുക്ക് നല്ല ഉത്തരങ്ങൾ തരും. അപ്പം അതുകൊണ്ട് സൗഹൃദങ്ങളെ ചേർത്ത് പിടിക്കണം. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അതൊരു മുതൽക്കൂട്ടാണ്. ബി ഹാപ്പി.